സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നാളായി വീഡിയോ എല്ലാം അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഒരു ചെറിയൊരു പ്രോഡക്റ്റാണ് അൺബോക്സിങ്. നമ്മുടെ മൾട്ടി ക്യാം ഡാഷ് ക്യാമിൻ്റെ ഒരു ചെറിയ 360 വരുന്ന മോഡൽ. ഇത് നമ്മുടെ പാർക്കിംഗ് സെൻസർ എന്ന് വരുന്ന മോഡലല്ല, ഫുള്ളി 24 hours സർവൈലൻസ് വരുന്ന ഒരു ക്യാമറയാണ് ഈ സാധനം. ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ പേര് IV എന്നാണ്. ഇത് 1080-യുടെ NS എന്നൊരു മോഡലാണ്. ഇതിൻ്റെ NS എന്നൊരു മോഡലാണിത്. ഇത് UK അവൈലബിൾ. ഇത് 4 ചാനൽ വരുന്നൊരു മോഡലാണ്. പിന്നെ വൈഫൈ സപ്പോർട്ടബിൾ ആണ്. ഫ്രീ ആപ്പ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ 128 GB സ്റ്റോറേജ് ആണ്. പിന്നെ 360 ഫുള്ളി ഗാർഡ്, അതായത് 360 ക്യാമറ ഉണ്ട്. അതായത് 4 ക്യാമറയാണ് വരുന്നത്. അതായത് നമ്മുടെ കാറിൻ്റെ 2 സൈഡ്, ഫ്രണ്ട്, പിന്നെ ബാക്ക്. പിന്നെ 8 IR LED ലൈറ്റ് ഉണ്ട്. നൈറ്റ് ഇത് നല്ല ഫുള്ളി ക്ലാരിറ്റിയിൽ 1080-ൽ നമുക്ക് ആ വീഡിയോ ലൈവ് കാണാൻ പറ്റും. പിന്നെ 3 IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഒരു ചെറിയ മിനി IPS ഡിസ്പ്ലേ ഉണ്ട്. അതായത് വീഡിയോയുടെ ഔട്ട് നമുക്ക് ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അത് കാണാനുള്ളൊരു ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. സോ ഇത് UK ഇപ്പോൾ അവൈലബിൾ. ഇവിടെ നിന്ന് ഞാൻ പർച്ചേസ് സാധനമാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഈ കാണുന്ന പ്രോഡക്റ്റാണ്. നമുക്കൊന്ന് ഇത് അൺബോക്സ് തുറന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെന്ന് നോക്കാം. ആസ് യൂഷ്വൽ എല്ലാത്തിനും ഉള്ള ഒരു യൂസർ മാനുവലുണ്ട്. ഇതാണ് യൂസർ മാനുവൽ. ഇതിനകത്ത് എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ, എങ്ങനെയുള്ള കാര്യങ്ങളും ബാക്കിയെല്ലാമാണ് ഇതിനകത്ത് ഉള്ളത്. ഇതാണ് ക്യാമറ. പിന്നെ ഒരു വാറണ്ടി ഉണ്ട്. വാറണ്ടി 24 months ആണ് ഇതിൽ വാറണ്ടി വരുന്നത്. 12 month ഓൺ ബോക്സും നമ്മളിത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 24 month നമുക്ക് വാറണ്ടി കിട്ടും. പിന്നെ ഇതിലൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ലൈവ് സ്ട്രീം കാണാൻ പറ്റും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ വീഡിയോസും ബാക്കിയെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലോട്ട് എടുക്കാൻ പറ്റും. ഇതതിൻ്റെ എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യണത്. ആപ്പ് ലോഗിൻ ചെയ്ത് ഇതിന് QR കോഡ് ഉണ്ട്. അത് വെച്ച് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യണത്. വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഫൂട്ടേജസ് നമുക്ക് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ക്യാമറ ഇതാണ് ക്യാമറ. ഇതാണ് ക്യാമറ. ഇത് C ടൈപ്പാണ് ഇതിൽ വരുന്നത്. നമുക്കിത് 3-way പവർ ഇത് ചെയ്യാൻ പറ്റും. അതായത് പവർ സപ്ലൈ ഇതിനകത്ത് 3-way കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുത്ത് ഡയറക്റ്റ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. നോർമൽ നമ്മളെ കാറിലുള്ള പോലെ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ പോർട്ടലിൽ കൊടുത്ത് ഇത് C ആണ് വരുന്ന ഔട്ട്, C പോർട്ടാണ് വരുന്ന ഔട്ട്. ഇത് നമുക്ക് വയറിംഗ് കിറ്റ് നമ്മുടെ കാറിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂള്. പിന്നെ ഇതാണ് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ഇതാണ് ബാക്ക് ക്യാമറ. ഇത് റൊട്ടേറ്റബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണോ മോഡ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു പവർ ഓൺ ഉണ്ട്, പ്ലേ ബാക്ക് ബട്ടൺ, മെനു ബട്ടൺ, പിന്നെ ഒരു OK. ഇത്രയും ബട്ടൺസ് ഇതിനകത്തുണ്ട്. മെനു കൺട്രോൾ ബട്ടൺസ് എല്ലാം വരുന്നത് ഈ ക്യാമറയുടെ അടിവശത്ത്. പിന്നെ ടോപ്പ് പോർഷനിലാണ് നമ്മുടെ SD കാർഡ്. ഈ സൈഡിലാണ് കൊടുക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SD കാർഡ് ഇജക്റ്റ് ആയി വരും. അപ്പോൾ നമ്മുടെ USB-C ഇത് കണക്ട് ചെയ്ത് പിന്നെ 3-way നമുക്ക് ഇത് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് നമുക്ക് ഈ ലൈറ്റ്നിങ് പോർട്ടിൽ കൊടുത്ത് ഇത് നമുക്ക് പവർ ഓൺ ചെയ്യാൻ പറ്റും. 24 hours നമുക്ക് ഈ ക്യാമറ സർവൈലൻസ് കിട്ടൂല. നമ്മൾ കാർ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇത് ഡയറക്റ്റ്ലി ഓൺ ആവും. പിന്നെ അല്ലാതെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് വയർ കിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കാറിൻ്റെ ബാറ്ററിയുടെ IC-ലോട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 24 hours ലൈവ് കിട്ടും. 24 hours ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാറിൻ്റെ ബാറ്ററിയിൽ 2 IC യൂസ് ചെയ്ത് ഇത് 24 hours ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം കാർ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബാറ്ററി റണ്ണിങ്ങിൽ 24 hours പ്ലേ ആയിരിക്കും. അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ അതൊരു നമ്മുടെ മെക്കാനിക്കിൻ്റെയിലോ എവിടെയെങ്കിലും കൊടുത്ത് നമ്മുടെ കിറ്റ് ഇളക്കിയിട്ട് വേണം വയ്ക്കാൻ. പക്ഷേ അല്ലാതെ ഒരു ഈസി വേ ഉണ്ട്. OBD പോർട്ട്. അതാണ് OBD പോർട്ടിൻ്റെ ഒരു ഓൺ ബോർഡ് ഡയഗ്നോസിസ് പോർട്ടാണിത്. ഇതാണ് OBD പോർട്ടിൻ്റെ കണക്ടർ. ഇത് യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. OBD പോർട്ട് ഡയറക്റ്റ് നമ്മുടെ കാറിൻ്റെ ബാറ്ററിയിൽ നിന്ന് വരുന്നൊരു പോർട്ടാണ്. ഇത് കാർ ഡയഗ്നോസിസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ GPS ഒന്ന് ട്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 24 hours നമ്മൾ മോണിറ്ററൈസേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോർട്ടാണ് കണക്ട് ചെയ്യണം. അത് ലൈവ് പോർട്ടാണ്. അതായത് നമ്മൾ കാർ ഓഫ് ചെയ്താലും നമുക്കതിനകത്ത് വോൾട്ടേജ് കാണും. അപ്പോൾ അതിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ 24 hours കിട്ടും. അതായത് നമ്മൾ കാർ ഓഫ് ചെയ്താലും ആ പോർട്ടിൽ പവർ കാണും. പിന്നെ ഈ പോർട്ട് എല്ലാ കാറിലും വേണമെന്നില്ല. ഓൺ ബോർഡ് ഡയഗ്നോസിസ് ഉള്ള കാറുകൾ റെയറാണ്. ഇപ്പോഴും അപ് ടു ഡേറ്റ് ഉള്ള കാറുകൾക്കെല്ലാം ഇത് ഉള്ളതാണ്. സോ ഇത് ഡയറക്റ്റ് ഇത് C പോർട്ടാണ് പറഞ്ഞത്. C ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക, നേരെ ഈ പോർട്ടിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ. പ്ലഗ് ആൻഡ് പ്ലേ. അപ്പോഴത്തേക്ക് ഇത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ക്യാമറ ഈ 2 സൈഡിൽ ക്യാമറ ഒന്ന് ലെഫ്റ്റ് റൈറ്റ്, അത് നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്ത് വയ്ക്കാം. ഇത് കാറിൻ്റെ 2 സൈഡും നമുക്ക്
സർവൈലൻസിനുള്ളതും. ഇത് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ഓൺ റണ്ണിങ്, അതായത് നമ്മുടെ ബോണറ്റിൻ്റെ ആ പോർഷൻ വരുന്ന. പിന്നെ ഇത് ബാക്കിലുള്ള 24 hours സർവൈലൻസ് ആണ്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് റൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാം. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം UK ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കാറ് പാർക്ക് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ പ്രൈവറ്റ് ലാൻഡിലായിരിക്കില്ല, ഓൺ സ്ട്രീറ്റ് ആയിരിക്കും കൂടുതലും പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓൺ സ്ട്രീറ്റിൽ ബേയിലൊക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ പാർക്കിംഗ് ബേയിലൊക്കെ ആയിരിക്കും പുറത്ത്. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം കാർ എന്തെങ്കിലും ആരെങ്കിലും തട്ടിയിട്ട് പോയാലോ സ്ക്രാച്ച് ചെയ്തിട്ട് പോയാലോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാർ ഓഫ് ആയാലും 24 hours നമുക്ക് ആക്സസ് കിട്ടിയതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാറിൽ ആരെങ്കിലും ഇപ്പം ഒരു ബേയിൽ എടുത്തിട്ട് പോകുമ്പോൾ തട്ടിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാറിൻ്റെ നമ്പർ മാത്രം കിട്ടിയാൽ മതി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ എല്ലാ ക്യാമറയും വരുന്നത് 1080 ആണ്. 1080 ബാക്ക് ക്യാമറയും 1080 ആണ് വരുന്നത്. ഇതിൻ്റെ 4K ഉണ്ട്. 100 pound താഴെ വരുന്ന ക്യാമറയാണ്. 100 pound മുകളിലോട്ടുള്ളത് ഫ്രണ്ട് 4Kയും ബാക്കിയെല്ലാം 2K വരുന്നതാണ്. ഇത് എല്ലാ ക്യാമറേസും 1080p ആണ്. പക്ഷേ അത്യാവശ്യം HD ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് കിട്ടും എന്നാണ് ഇവരുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം പറയുന്നത്. നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഗൈസ്, ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് ട്രൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് ഇടാം. ഓക്കെ, താങ്ക് യു.